മുതലാളിക്ക് ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ മുതലാളിയുടെ ഉൽപ്പന്നത്തിനും ചെറിയ പ്രശ്നം കാണും എന്ന് പറയുന്ന അവസ്ഥ ഏതാണ്ട് എക്സിനെ ബാധിച്ചിട്ടുണ്ട്. എന്താ തോന്നുന്നത്? കൃത്യം ഈ സെന്റൻസ് പറയാനാണ് വന്നത്. മുതലാളിയുടെ രാഷ്ട്രീയം എന്താണോ അതാണല്ലോ ആത്യന്തികമായിട്ട് ഔട്ട്പുട്ടായിട്ട് വരിക എന്ന് പറയാനായിരുന്നു. ഞാൻ ഗ്രോക്കിനോട് തന്നെ ചോദിച്ചു, എന്താ നിങ്ങൾ ഇമാതിരി ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗ്രോപ്പ് പറയുന്നത് ഇപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് എടുത്തിട്ടുണ്ട്, ചില ആളുകൾക്കൊക്കെ വലിയ പ്രയാസമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു അരമണിക്കൂർ മുമ്പ് ചോദിച്ചപ്പോൾ, നമ്മൾ കയറുന്നതിന് മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അതിൻ്റെ കുഴപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ കഴിഞ്ഞ ദിവസം ജെന്നിഫർ ലോപ്പസ് പറഞ്ഞത് നമ്മൾ സംസാരിച്ചല്ലോ നേരത്തെ. ജെന്നിഫർ ലോപ്പസ് ഒരു പരിപാടിയിൽ പറഞ്ഞു, അവർ നഗ്നയായിട്ട് വരുന്നു, അവർ വേണ്ടത്ര ഡ്രസ്സ് ഇടുന്നില്ല, ഈ നഗ്ന ശരീരം കാണിക്കുന്നു എന്ന വിമർശം അവരോട് വല്ലാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അത്ര നല്ല ശരീരം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളും തുണിയില്ലാതെ നടന്നേനെ എന്നുള്ള മറുപടിയാണ് ജെന്നിഫർ ലോപ്പസ് നൽകിയത്. അപ്പം ഞാൻ പറയുന്നത്, ആളുകൾക്ക് പഴയ കാലത്തിന് വ്യത്യസ്തമായിട്ട് സ്വന്തം ശരീരത്തിൽ ഒരു ആത്മവിശ്വാസം വന്നൊരു കാലമാണ്. ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതായത് ശരീരം എന്ന് വെച്ചാൽ ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാവങ്ങളും, എങ്ങനെയുള്ള ശരീരമാണെങ്കിലും അത് അവനവൻ്റെ ശരീരമാണെന്നുള്ള ആത്മവിശ്വാസം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങനെ എല്ലാത്തവർക്കും എല്ലാം വന്നിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ നഗ്നതാ ഭയം എന്നുള്ളത് ആത്മവിശ്വാസത്തിലേക്ക് മാറുകയാണോ എന്ന് തോന്നുന്നൊരു കാലത്താണ് ഇമാതിരി ശരിയല്ലാത്ത കാര്യങ്ങൾ വീണ്ടും വരുന്നത്. അപ്പോൾ ഇത് ആളുകളൊന്ന് വരട്ടും. പക്ഷേ അതോടൊപ്പം തന്നെ ചിലപ്പോൾ ആലോചിക്കുമ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യം, നഗ്നതാ ഭയം ലോകത്ത് നിന്ന് ഇല്ലാതാകാനും ഒരുപക്ഷെ ഇത് കാരണമാകുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പം തുണിയില്ലാത്ത ഡ്രസ്സ് എല്ലാം കോമൺ ആയി കഴിഞ്ഞാൽ പിന്നെ ആർക്കതിനെ പേടി എന്ന് വെച്ചാൽ, ഇതിപ്പം എലോൺ മസ്കിൻ്റെ വരുന്നു, ട്രംപിൻ്റെ വരുന്നു, നരേന്ദ്രമോദിയുടെ വരുന്നു, എല്ലാവരുടെയും പടം ഇങ്ങനെ പ്രദർശനത്തിൽ മസ്കിൻ്റെ പടം എടുത്തു. അപ്പോൾ പിന്നെ ഇതിനെന്ത് ഭയപ്പെടാനാണ് ആളുകൾക്ക് എന്നൊരു നഗ്നതാ ഭയം ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് അതുകൊണ്ട് അപമാനിക്കാനൊരു സ്ത്രീയെയോ പുരുഷനോ പറ്റാത്ത സ്ഥലയിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ എന്നൊരു കാര്യം അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായിട്ടും അത് അവരവരുടെ തീരുമാനമായിരിക്കണമല്ലോ. അപ്പോൾ മനുഷ്യരാണ് തീരുമാനിക്കേണ്ടത്. മനുഷ്യർക്ക്, നല്ല രാഷ്ട്രീയമുള്ള മനുഷ്യർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത AI ആണ് ഏറ്റവും മോശം AI എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ഒരു യന്ത്ര സംവിധാനങ്ങൾ ഇങ്ങനെ വളരട്ടെ എന്ന് വിചാരിച്ചാൽ അപകടം ഉണ്ടാകും. ഒറ്റ കാര്യം കൂടി പറയാം. ഹിന്ദു വാർത്തയിൽ അവസാനം ഞാൻ വായിച്ച ഹിന്ദുവിൻ്റെ ടീം ഇവർക്ക് മെയിൽ അയച്ചത്രേ ഈ വാർത്തയിൽ, നിങ്ങളെന്താണ് ഇങ്ങനെ ഇതുകൊണ്ട് നിങ്ങളുടെ വിശദീകരണം എന്താണെന്ന് ഗ്രോക്കിന് തന്നെ മെയിൽ അയച്ചു. അപ്പോൾ ഗ്രോക്കിൻ്റെ മറുപടി വന്നത് എന്താണ്, ലെഗസി മീഡിയയുടെ ലൈസാണെന്നാണ്, കള്ളം പറഞ്ഞതാണ്, നിങ്ങൾ പരമ്പരാഗത മാധ്യമങ്ങൾ ഞങ്ങളെപ്പറ്റി കള്ളം പറയുന്നതാണെന്നാണ് നേരത്തെ അവരുടെ വാർത്തയിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഗ്രോക്കിനോട് ചോദിക്കുമ്പോഴേക്കും അവർക്ക് അപകടം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഞങ്ങൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണെന്നുള്ള മറുപടിയാണ് നൽകുന്നത്. അപ്പോൾ മനുഷ്യർക്ക് നിയന്ത്രിക്കാവുന്ന അംശം ഇപ്പോഴും അതിനകത്തുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ പറയുന്നതാണ് ഹർഷൻ ആദ്യം പറഞ്ഞതുപോലെ, ഈ രോഗാതുര രാഷ്ട്രീയം തലയിലുള്ളൊരു മുതലാളിയുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ തന്നെ ആകാനിടയുള്ളൂ.